ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ അടുക്കളയിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് ചാടി ടൂർ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ഫാൻറ്റസി പാർക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒക്കെ രാവിലെ 4 മണിയായപ്പോൾ ഇതിനൊക്കെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ. നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഉമ്മമാൻ്റെ ഇപ്പപ്പാൻ്റെ ചുഞ്ഞി വീട്ടിക്കാ പോണേ? മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. രാവിലെ നേരത്തെ എണീക്കാനൊന്നും ഒരു മടിയില്ല, ഒക്കെ കുളിച്ച് റെഡി ആയി നിൽക്കുകയാണ്. അതിൻ്റെ അതുകൊണ്ട് വിചാരം വീട്ടിലേക്കാണ് പോകണമെന്നാണ്. അപ്പോൾ ആങ്ങളെ വന്നിക്കണ്, 10 ദിവസത്തെ ലീവിനാണ്. അപ്പം ദിവസം കഴിഞ്ഞു തിങ്കളാഴ്ച അവൻ പോകും. അപ്പം അതിൻ്റെ മുന്നൊന്ന് പോവുകയാണ്. അങ്ങനെ 5:45 വണ്ടി ഇവിടെ എത്തിയത്. പിന്നെ സുബിസ്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ചോറും വെച്ചു, കറികളൊക്കെ ഞാനും ഉണ്ടാക്കി. പിന്നെ രാവിലത്തെ ചായയും കടിയൊക്കെ കുറച്ച് അനിയത്തിയും കുറച്ച് ഞാനും അങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. എന്നാൽ ആർക്കും ഒരു ഭാരം ഉണ്ടാവില്ല. പിന്നെ ബിരിയാണിയൊക്കെ ആയാൽ തിന്നാൽ നമുക്ക് ഭയങ്കര ക്ഷീണയിക്കാരം. ബിരിയാണി നെയ്ച്ചോറൊക്കെ ആയ അപ്പോൾ വെറും ചോറാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുഴപ്പമില്ലല്ലോ വയറിനൊന്നും. അപ്പോൾ ഞങ്ങൾ പോയി എന്നിട്ടൊക്കെ 2 ദിവസമായി. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കണ്ട് ഇടാൻ സൗണ്ട് കൊടുക്കാൻ എനിക്ക് ജലദോഷം പിടിച്ചിട്ട് സൗണ്ടിനൊക്കെ ഭയങ്കര ഒരു അടവേനി. അപ്പോൾ ശരിക്കും കണ്ട് റെഡി ആയിട്ടില്ല. എന്നാലും ഞാൻ ഇങ്ങനെ കുറേ ദിവസം ആവുമല്ലേ, അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ടതാട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ആങ്ങളട്ടോ. അപ്പോൾ കാണാത്തവരോടായി പറയുകയാണേ. ഇതിൻ്റെ കുറേ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിരിക്കണം. അപ്പോൾ പുതിയ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇതിൽ അനിയത്തിൻ്റെ ഭർത്താവില്ല കേട്ടോ. ഓനിലായിട്ട് നല്ലൊരു കുറവുണ്ട്. ഓന് പോരെന്ന് വിചാരിച്ചങ്ങാണ്ട് തന്നെയാണ് പ്ലാൻ ചെയ്തത്. ആ സമയം വെച്ചങ്ങാണ്ട് ഓന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അല്ലാത്തത് നല്ലൊരു സങ്കടം തന്നെയാണ്. ഒരു 9:30 ആയപ്പോൾ ടിപ്പുവിൻ്റെ കോട്ടയിലെത്തിയിട്ടോ. പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. കുറച്ച് പത്തിരിയും ചിക്കൻ കറിയും, അനിയത്തി കുറച്ച് ഇഡ്ഡലിയും ദോശയും പിന്നെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഉച്ചക്കുള്ള ചോറും ഉണ്ടാക്കി, കറി ഞാൻ മോര് കറിയും, അതേപോലെ കുറച്ച് അവിയലും പപ്പടം പൊരിച്ച്, അനിയത്തി ബീഫും. അങ്ങനെയാണ് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണമെന്ന് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഈ മക്കളിങ്ങനെ ഓലപ്പൊടിയും വലിയും കൂടിയിട്ട് ഓല നല്ലോണം ശ്രദ്ധിക്കണമല്ലോ, 2 ആളല്ലേ. നിറയെ ആമക്കുട്ടികളും അതേപോലെ മീനൊക്കെ ഉണ്ട്. ഇത് കണ്ടിരിക്കണം. ആദ്യം അതും ഇവിടുന്ന് പോരുന്നേ അല്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഫാൻറ്റസി പാർക്കൊക്കെയാണ് ഇപ്പോൾ പോണത്. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി.
അപ്പം 800 രൂപ ഒരാൾക്ക് കേട്ടോ. 60 വയസ്സിന് മുകൾക്കാണെങ്കിൽ 600 രൂപ. പിന്നെ ചെറിയ മക്കൾക്കാണെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, വെള്ളത്തിലാണല്ലോ ഫുള്ള് കളി. നമുക്ക് ലോക്കറും കാര്യങ്ങളൊക്കെ ഒരു തരും കേട്ടോ. അപ്പോൾ അതിൽ നമ്മളൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ എന്താ വെച്ചാൽ നമ്മളെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒക്കെ പൂട്ടി പിന്നെ പുറത്തിറങ്ങുകയാണ്. പിന്നെ കുറേ റൈഡുകളുണ്ട്. ഇതിലൊക്കെ ഞങ്ങൾ പിന്നെ ആദ്യം കയറി. പിന്നെ വെള്ളം നനഞ്ഞാൽ പിന്നെ ഇതിൽ കയറാൻ പറ്റില്ലല്ലോ വിചാരിച്ചു, എന്നിട്ട് വെള്ളത്തേക്ക് പോവാ വിചാരിച്ച്. ആദ്യം അതും ഫുള്ള് വെള്ളത്തിലാട്ടോ. ഓല വീഡിയോ എടുക്കാനും ശരിക്കും കിട്ടിയിട്ടില്ല. ഞാനൊരു ഭാഗത്ത്, ഓല് വേറെ ഭാഗത്ത്, അങ്ങനെയൊക്കെയാണ്. ഇമ്മ പിന്നെ ഒന്നിലും കയറിയിട്ടില്ല. ഇമ്മ മക്കളെയും നോക്കി അങ്ങനെ ഇരുന്നിക്കാണ്. അങ്ങനെ എല്ലാത്തിലും കയറി. ഇതൊരു സംഭവമാണ് കേട്ടോ. ഇത് മേലക്ക് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ ചുറ്റിക്കൊണ്ടായിരുന്നു. മേലെന്ന് ഒറ്റടല താഴത്തേക്ക്. ഓ നമുക്കൊരു കളിച്ചാണ് വേറെ ഉള്ളിൽ. എന്തായാലും എല്ലാത്തിലും കയറി നല്ലോണം അടിച്ച് പൊളിച്ച്. എന്നുണ്ടല്ലോ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കണ്. എന്തായാലും ഇതൊക്കെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. പാങ്ങളെയും അതേപോലെ മോനും നാത്തൂനും ഒക്കെ കയറിയിരിക്കണ്. ഇനി അടുത്ത ട്രിപ്പിലാണ് ഞാനും അനിയത്തിയും കയറണം കേട്ടോ. അപ്പോൾ നാത്തൂന് ഇറങ്ങിയിട്ട് ഇറമേ നിങ്ങൾ കയറണ്ട, കയറണ്ട പറഞ്ഞോളൂ. കുറേ പറഞ്ഞ് കയറണ്ടാന്ന്. അപ്പോൾ ഏതായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളോട് കയറി. പിന്നെ കയറിയപ്പോൾ തോന്നി കയറണ്ടില്ലായിരുന്നു എന്ന്. ഓള് പറഞ്ഞ കേട്ടാൽ മതിയേനീന്ന്. പിന്നെ ഞങ്ങൾ 4 മണിയായപ്പോഴത്തേനോട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പുറത്ത് ചാടി. പിന്നെ ഞങ്ങൾ കേബിൾ റോപ്പ് ഉണ്ടല്ലോ, അതിൽ കയറാൻ വേണ്ടി കണ്ട് പോയി. ഈ റോപ്പിൽ പിന്നെ 2 ആൾ വീതേ കയറാൻ പറ്റുള്ളൂ. കുട്ടികളുണ്ടെങ്കിലും മടിയിൽ വെക്കാൻ പറ്റൂല. അപ്പം ഞാനും ആദ്യം ഒന്നിലും കയറി, നാണിപ്പാക്കി ആദ്യം ഒന്നിലും കയറി. അങ്ങനെ ഓരോരുത്തരായിട്ട് 2 ആളായും കണ്ട് അങ്ങനെ കയറിയേക്കാണ്. ഇതും തന്നെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അങ്ങനെ ഏതായാലും ഇന്നത്തെ ടൂറൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിയാട്ടോ അവിടെ. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നിക്കാണ്. പിന്നെ രാത്രി ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഒരു 10-11 മണിയായപ്പോൾ വീട്ടിലെത്തിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.